ഗൗതമയും മണികുണ്ഡലനും. ഭൗവന എന്നൊരു നഗരം ഉണ്ടായിരുന്നു. ആ നഗരത്തിൽ ഗൗതമൻ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. ബ്രാഹ്മണൻ മണികുണ്ഡലൻ എന്നൊരു വൈശ്യ സുഹൃത്തുണ്ടായിരുന്നു. ഒരു വൈശ്യൻ 3 വിഭാഗങ്ങളിൽ മൂന്നാമത്തേതാണ്. അവന്റെ പ്രാഥമിക ചുമതലകൾ വ്യാപാരവും കൃഷിയുമാണ്. ഗൗതമയുടെ അമ്മ ഒരുപാട് മോശമായ ഉപദേശങ്ങൾ അവന് നൽകിയിരുന്നു. ഇതിന്റെ ഫലമായി ഗൗതമൻ മണികുണ്ഡലനോട് പറഞ്ഞു, നമുക്ക് അന്യദേശങ്ങളിൽ പോയി കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കാം. എന്നാൽ എന്റെ പിതാവിന് ധാരാളം സമ്പത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് അന്യനാടുകളിൽ പോയി കൂടുതൽ സമ്പത്ത് നേടേണ്ടതിന്റെ ആവശ്യകത എന്താണ്? മണികുണ്ഡലൻ ചോദിച്ചു. നിങ്ങൾക്ക് ശരിയായ കാഴ്ചപ്പാടില്ല. ഗൗതമ അവനോട് പറഞ്ഞു. ജീവിതത്തിൽ വിജയിച്ച വ്യക്തി തന്റെ പിതാവ് തനിക്ക് അവശേഷിക്കുന്നതിൽ അഭിവൃദ്ധിപ്പെടാത്തവനാണ്. അവൻ സ്വന്തം സമ്പത്ത് ഉണ്ടാക്കുന്നു. അതിലൂടെ പ്രശസ്തനും സന്തുഷ്ടനും ആയി സുഖമായി ജീവിക്കുന്നു. മണികുണ്ഡലൻ ഗൗതമന്റെ യുക്തി ബോധ്യപ്പെട്ടു. അവന്റെ ആശയം സ്വീകരിക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ തന്റെ സുഹൃത്ത് എന്ന് വിളിക്കപ്പെടുന്നവൻ തന്നെ വഞ്ചനയിൽ നിന്നാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. സുഹൃത്തിന്റെ മനസ്സിലെ ഗൂഢലക്ഷ്യം അറിയാതെ 2 സുഹൃത്തുക്കളും യാത്ര തുടങ്ങി. എല്ലാ മൂലധനവും ധാനികനായ അച്ഛന്റെ മകൻ മണികുണ്ഡലൻ തന്നെയാണ് വഹിച്ചത്. അവരുടെ യാത്രാവേളയിൽ ഗൗതമൻ പറഞ്ഞു, ധർമ്മത്തിന്റെ പാത പിന്തുടരുന്നവർ എല്ലായ്പ്പോഴും എങ്ങനെ കഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സമ്പന്നരോ സന്തുഷ്ടരോ അല്ല. നീതിമാനായിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. അവൻ സത്യവും നീതിയും പുലർത്തി ജീവിക്കുന്നു. സാധാരണക്കാരെ വളരെയധികം അധിക്ഷേപിച്ചു സംസാരിക്കാൻ തുടങ്ങി. ദയവായി അങ്ങനെ പറയരുത്, മണികുണ്ഡല പ്രതിഷേധിച്ചു. ധർമ്മത്തിന്റെ പാത പിന്തുടരുന്നതിലാണ് സന്തോഷം. ദാരിദ്ര്യവും ദുരിതവും അനിവാര്യമാണ്. അവയ്ക്ക് ഒരു കണക്കുമില്ല. ഭൂമിയിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ മറ്റൊരു ഇറക്കം വേണം. അതുപോലെ ഒരു ഇറക്കമുണ്ടെങ്കിൽ അവിടുന്നൊരു കയറ്റവും ആവശ്യമാണ്. അവൻ പറഞ്ഞു. ഇതേച്ചൊല്ലി 2 സുഹൃത്തുക്കളും തർക്കിച്ചെങ്കിലും ആരാണ് ശരിയെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അവർ പന്തയം വെക്കാൻ തീരുമാനിച്ചു. അവർ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ തീരുമാനിക്കുന്നു. പന്തയത്തിൽ തോറ്റവൻ തന്റെ സമ്പത്ത് മുഴുവൻ വിജയിക്ക് സമർപ്പിക്കും. അവർ പലരോടും അഭിപ്രായം ചോദിച്ചു. സ്വാഭാവികമായും ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് തിന്മയാണ് അഭിവൃദ്ധി പ്രാപിച്ചതെന്ന്. നീതിമാന്മാരാണ് കഷ്ടം അനുഭവിച്ചത്. മണികുണ്ഡലൻ അവസാനം തന്റെ സമ്പത്ത് മുഴുവൻ ഗൗതമനു സമർപ്പിച്ചു എന്നതായിരുന്നു ഇതിന്റെ ഫലം. എന്നാൽ മണികുണ്ഡല ധർമ്മത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവൻ നഷ്ടമായ ധനത്തെയോ സമ്പത്തിനെയോ പറ്റിയല്ല ചിന്തിച്ചത്. തന്നെ ചതിച്ചു നേടിയ സ്വത്ത് സുഹൃത്തിന്റെ ശത്രുവാകുന്നത് ഓർത്താണ് അവൻ സങ്കടപ്പെട്ടത്. സമ്പത്തിന് ജീവിതത്തിൽ ഒരു കണക്കുമില്ല. മണികുണ്ഡല മറുപടി പറഞ്ഞു. ധർമ്മം എന്റെ പക്ഷത്താണ്. നിങ്ങളുടെ പ്രത്യക്ഷമായ വിജയം ഒരു മിഥ്യ മാത്രമാണ്. അവസാനം ധർമ്മം വിജയിക്കും. വാഗ്വാദങ്ങൾക്ക് ഒടുവിൽ 2 സുഹൃത്തുക്കളും മറ്റൊരു പന്തയം കൂടി നടത്താൻ തീരുമാനിക്കുന്നു. ഇത്തവണ വാതുവെപ്പിൽ തോറ്റയാളുടെ 2 കൈകളും വെട്ടിമാറ്റാമെന്ന് ധാരണയായി. അവർ വീണ്ടും പലരോടും ചോദിച്ചു. മിക്ക ആളുകളും പറഞ്ഞു, അധർമ്മമാണ് തിന്മ വിജയിച്ചത്. അങ്ങനെ മണികുണ്ഡലന്റെ 2 കൈകളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ എങ്ങനെ തോന്നുന്നു? ഗൗതമൻ ചോദിച്ചു. എന്നത്തെയും പോലെ മണികുണ്ഡലൻ മറുപടി പറഞ്ഞു. ധർമ്മമാണ് പ്രധാനം. പിന്നെ ധർമ്മം എന്റെ പക്ഷത്താണ്. വിജയം എന്തായാലും അവസാനം എനിക്ക് തന്നെ. ഇതോടെ ഗൗതമിന് ദേഷ്യം വീണ്ടും കൂടി വന്നു. മണികുണ്ഡലൻ ധർമ്മത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മണികുണ്ഡലന്റെ തല വെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ മണികുണ്ഡലൻ അസ്വസ്ഥനായിരുന്നു. സുഹൃത്തുക്കൾ മറ്റൊരു പന്തയം നടത്താൻ തീരുമാനിച്ചു. ആര് തോറ്റാലും ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് ഇത്തവണ ധാരണയായി. മണികുണ്ഡല വീണ്ടും തോറ്റു. ഗൗതമൻ മണികുണ്ഡലന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അങ്ങനെ ചോര വാർന്ന മണികുണ്ഡലൻ മരിച്ചുപോയി. അങ്ങനെ കണ്ണിന് കാഴ്ച നശിച്ചു കൈകളും ഇല്ലാതായാൽ മരണം സംഭവിച്ചു. ഇനിയും ജീവിതത്തിൽ മറ്റൊരു രക്ഷയും ഇല്ല എന്നോർത്തു. ഗൗതമി ഗംഗയുടെ തീരത്ത് കിടന്ന് തനിക്ക് സംഭവിച്ച വിധിയെക്കുറിച്ച് ചിന്തിച്ചു. രാത്രിയായി. നദീതീരത്ത് വിഷ്ണുവിന്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. രാക്ഷസനായ വിഭീഷണൻ എല്ലാ രാത്രിയിലും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനായി അവിടെ വന്നിരുന്നു. വിഭീഷണന്റെ മകൻ അവിടെ കിടക്കുന്ന മണികുണ്ഡലത്തെ കണ്ടെത്തി. അവനിൽ നിന്ന് മുഴുവൻ കഥയും കണ്ടെത്തി. അയാൾ അച്ഛനോട് കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് രാവണനുമായുള്ള യുദ്ധത്തിൽ ഞാനും രാമനോടൊപ്പം ചേർന്നിരുന്നു. വിഭീഷണൻ തന്റെ മകനോട് പറഞ്ഞു. രാവണന്റെ പുത്രനായ മേഘനാഥൻ രാമന്റെ സഹോദരനായ ലക്ഷ്മണനു നേരെ വിഷം നിറഞ്ഞ അസ്ത്രം എയ്തു. ലക്ഷ്മണൻ ബോധരഹിതനായി വീണു. ഹനുമാനൻ വാനരൻ ഹിമാലയത്തിലേക്ക് പോയി ലങ്കയിലേക്ക് ഗന്ധമാദന പർവ്വതം കൊണ്ടുവന്നു.
ആ പർവ്വതത്തിൽ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന വിശല്യകർണി എന്ന ഒരു അദ്ഭുത സസ്യമുണ്ടായിരുന്നു. ഹനുമാനൻ ആ പർവ്വതം ഹിമാലയത്തിലേക്ക് തിരിച്ചേച്ചപ്പോൾ വിഷ്ണുവിന്റെ പ്രതിമയ്ക്ക് സമീപം ഒരു വിശാലകർണി ഈ സ്ഥലത്ത് വീണു. നമുക്ക് അത് കണ്ടെത്താൻ ശ്രമിക്കാം. മണികുണ്ഡലത്തെ സുഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. അച്ഛനും മകനും സസ്യം വേട്ടയാടി. വിശാലകർണി ഒരു വലിയ മരമായി മാറിയിരുന്നു. അവർ ഒരു കൊമ്പ് അഴിച്ചു മണികുണ്ഡലയുടെ നെഞ്ചിൽ വച്ചു. മണികുണ്ഡല ഉടൻ തന്നെ കണ്ണും കൈകളും വീണ്ടെടുത്തു. മണികുണ്ഡലത്തെ സുഖപ്പെടുത്തിയ ശേഷം വിഭീഷണനും പരിവാരവും ലങ്കയിലേക്ക് മടങ്ങി. മണികുണ്ഡല അവിടെ നിന്നും യാത്ര തുടങ്ങി. ഒടുവിൽ അദ്ദേഹം മഹാരാജ എന്ന രാജാവ് ഭരിച്ചിരുന്നു മഹാപുര എന്ന നഗരത്തിൽ എത്തി. മഹാരാജാവിന് പുത്രന്മാരില്ല. ഒരു മകളേ ഉണ്ടായിരുന്നുള്ളൂ. മകൾ അന്ധയായിരുന്നു. തന്റെ മകളെ സുഖപ്പെടുത്തുന്നവൻ തന്റെ മരുമകനാകുമെന്നും തനിക്ക് ശേഷം ഭരിക്കുമെന്നും മഹാരാജാവ് പ്രഖ്യാപിച്ചിരുന്നു. മണികുണ്ഡല രാജകുമാരിയെ വിശാലകർണിയിലെ അറിവുകൊണ്ട് സുഖപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം രാജകുമാരിയെ വിവാഹം കഴിക്കുകയും മഹാരാജാവിന് ശേഷം മഹാപുരയുടെ രാജാവാകുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം ഗൗതമനെ പട്ടാളക്കാർ മണികുണ്ഡലത്തിനു മുന്നിൽ കൊണ്ടുവന്നു. കുറ്റകൃത്യം ചെയ്ത കുറ്റത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഗൗതമൻ അപ്പോഴേക്കും തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ഒരു ഭിക്ഷക്കാരനും ആയിരുന്നില്ല. മണികുണ്ഡല തന്റെ സുഹൃത്തിനോട് ക്ഷമിച്ചു. ഉള്ളതെല്ലാം അവനുമായി വീണ്ടും പങ്കിട്ടു. ധർമ്മത്തിന്റെ പാത പിന്തുടരുന്നതിന്റെ ഗുണങ്ങൾ ഇവയാണ്. ഈ അദ്ഭുത സംഭവങ്ങൾ നടന്ന ഗൗതമി ഗംഗയുടെ തീരത്ത് നിരവധി തീർത്ഥങ്ങളുണ്ട്. ഗൗതമി ഗംഗയിൽ സ്നാനം ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു.